കയ്യിൽ പണമില്ലാതായതോടെ ഒന്ന് മോഷ്ടിച്ചു. പിടിക്കപ്പെടാതെ വന്നതോടെ അത് പതിവാക്കി. 14 മോഷണങ്ങൾ ഇതിനിടെ നടത്തി. 15ാമത്തേതായിരുന്നു കോഴിക്കോട് പറമ്പിൽ ബസാറിലെ മധുവിന്റെ വീട്ടിലെ 25 പവൻ കവർച്ച. CCTV ദൃശ്യങ്ങളിലൂടെ പോലീസ് മോഷ്ടാവിനെ പിടികൂടി. അത് മറ്റൊരിടത്ത് മോഷണം നടത്താനുള്ള ശ്രമത്തിനിടെ. പറമ്പിൽ ബസാറിലെ മോഷണത്തിന് പിറ്റേന്ന് ചേവായൂർ പോലീസ് പരിധിയിൽ തന്നെയുള്ള ചേവരമ്പലത്ത് ഡോക്ടർ ഗായത്രിയുടെ വീട് കുത്തിത്തുറന്ന് 45 പവൻ സ്വർണവും പണവും കവർന്നിട്ടുണ്ട്. ഈ കേസിൽ പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. കോഴിക്കോട് പറമ്പിൽ ബസാർ മല്ലിശ്ശേരി താഴത്ത് മധു എന്നയാളുടെ വീട്ടിലാണ് നാടിനെ നടുക്കിയ ഒരു മോഷണം നടന്നിരിക്കുന്നത്. ഈ കാണുന്ന വീട്ടിലാണ് മോഷണം നടന്നത്. ഇത് 2 നിലയുള്ള വീടാണ്. ഈ വീടിൻ്റെ ടെറസ് വഴി മോഷ്ടാവ് അകത്തു കയറി അലമാരയിൽ സൂക്ഷിച്ചിരിക്കുന്ന 25 പവനോളം സ്വർണം കവർന്നു എന്നാണ് ചേവായൂർ പോലീസിൽ നൽകിയിരിക്കുന്ന പരാതി. ഈ വീട്ടിലെ ഏറ്റവും നിർണായകമായ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടെ പ്രേക്ഷകരെ നമുക്ക് കാണിക്കാമെന്ന് തോന്നുന്നു. രാത്രി ഒരു 9:55 ഈ വീട്ടിൽ നിന്നും ഒരു ആശുപത്രി ആവശ്യത്തിന് വേണ്ടിയിട്ട് വീട്ടിലുള്ളവർ പുറത്തു പോയിരുന്നു. ഏകദേശം 9:57 സമയത്താണ് ഈ CCTV ദൃശ്യത്തിൽ ഒരാൾ എത്തുകയും ഇവിടേക്ക് കയറുന്നതുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പറമ്പിൽ ബസാറിലെ വീട്ടിൽ ആളില്ലാത്ത സമയം നോക്കിയെത്തി അതിസമർത്ഥമായി നടത്തിയ മോഷണം. കവർന്നത് 25 പവൻ സ്വർണം. പക്ഷേ പ്രതിയെ ദിവസങ്ങൾക്കുള്ളിൽ പിടികൂടി ചേവായൂർ പോലീസ്. പ്രതി കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശിയും ഇപ്പോൾ കക്കോടിയിൽ താമസക്കാരനുമായ അഖിൽ. സമീപ നാളുകളിൽ മാത്രം ചെറുതും വലുതുമായ 14 മോഷണങ്ങളാണ് പ്രതി നടത്തിയത്. കക്കോടിയിലെ ഒരു വീട്ടിൽ നടത്തിയ മോഷണ ശ്രമമാണ് പ്രതി പിടിയിലാകാൻ കാരണം. മോഷണശ്രമം നാട്ടുകാരറിഞ്ഞതോടെ അഖിൽ സ്കൂട്ടർ സ്ഥലത്തുപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. വാഹനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മോഷ്ടാവ് ആരാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. ഒടുവിൽ പാറക്കുളത്ത് വെച്ചാണ് അഖിലിനെ പിടികൂടിയത്. പ്രതിയെ ചോദ്യം ചെയ്തതിൽ സമീപ നാളുകളിൽ പ്രദേശത്ത് നടന്ന നിരവധി മോഷണങ്ങൾക്ക് പിന്നിൽ ആരെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് പോലീസിന് ലഭിച്ചത്. സാമ്പത്തിക പ്രയാസങ്ങളാണ് മോഷണത്തിലേക്ക് കടക്കാൻ കാരണമെന്നാണ് അഖിൽ പോലീസിനോട് പറഞ്ഞത്. പിന്നീട് അതങ്ങ് ശീലമാക്കി. 14ഓളം കേസുകൾ ഇവൻ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അത് വലിയ മോഷണങ്ങളുണ്ട്, ചെറിയ മോഷണങ്ങളുണ്ട്, അറ്റംപ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ മദ്യക്കുപ്പികൾ എടുത്തുകൊണ്ടുപോയ കേസുകളുണ്ട്. കുറേ ദിവസങ്ങളായിട്ട് പോലീസിനെ വർക്കം കെടുത്തിയിരുന്ന ഒരു കള്ളനെ പിടിക്കാൻ കഴിഞ്ഞു എന്ന ചരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. ചേവായൂർ പോലീസ് പരിധിയിൽ തന്നെ നാട്ടുകാരെ ഞെട്ടിച്ച അടുത്ത വൻമോഷണം നടന്നത് ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അനസ്തേഷ്യ വിഭാഗം ഡോക്ടറായ ഗായത്രിയുടെ വീട് കുത്തിത്തുറന്ന് 45 പവനോളം സ്വർണവും പണവും കവർന്ന കേസ്. സ്വദേശമായ തിരുവനന്തപുരത്തായിരുന്ന ഡോക്ടറും കുടുംബവും തിരിച്ചെത്തുന്നതിന് മണിക്കൂറുകൾ മുൻപാണ് വീട്ടിൽ മോഷണം നടന്നത്. മുൻവശത്തെ വാതിൽ വഴിയാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. ലോക്കൊക്കെ ഉണ്ടായിരുന്നു ഗേറ്റിൻ്റെ. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒരു തുണി ചുറ്റിയിരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് സംശയം തോന്നി. അപ്പം ഡോറിൽ അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അത് സംശയം തോന്നിയപ്പോൾ വാതിൽ പിന്നെ പാർഷ്യലി ഓപ്പൺഡാണ്. ഞങ്ങൾ പിന്നെ ഇവിടെ റെസിഡൻസിലെല്ലാം വിളിച്ച് പറഞ്ഞു. അവർ പോലീസിനെ വിളിച്ച് അവരുടെ കൂടെ സാന്നിധ്യത്തിലാണ് ഓപ്പൺ ചെയ്ത് നോക്കിയത്. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചെങ്കിലും ആളെ തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.